ആതുര സേവന രംഗത്ത് 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ നിലയ്ക്കാമുക്ക് ഡോക്ടർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ രോഗി സൗഹൃദ പദ്ധതികളായ ഡോക്ടർ കണക്ട് ഗ്ലോബൽ, പാലിയേറ്റീവ് കെയർ, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ജനുവരി 1 രാവിലെ ആശുപത്രി അങ്കണത്തിൽ നടന്ന വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ചിറയൻകീഴ് MLA വി ശശി നിർവഹിച്ചു. ഡോക്ടർ കണക്ട് ഗ്ലോബലിലൂടെ വിദേശ രാജ്യങ്ങളിലെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിംഗിലൂടെ രോഗനിർണയവും ചികിത്സയും ലഭ്യമാകുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വി ശശി MLA പറഞ്ഞു. 25 വർഷം പൂർത്തിയാക്കുന്ന ഡോക്ടേഴ്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മറ്റൊരു പുതിയ പ്രോജക്റ്റുമായി രംഗത്ത് വരികയാണ്. ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് പ്രോജക്റ്റ് ഡോക്ടർ കണക്ട് ഗ്ലോബൽ എന്ന പേരിൽ നമ്മുടെ ഈ ഗ്രാമത്തിൽ നടപ്പാക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് പ്രോജക്റ്റാണ് ഡോക്ടർ ജോയ് വിഭാവനം ചെയ്യുന്നത്. ഒരു പഞ്ചായത്തിലെ ഓരോ കുടുംബത്തിനും ഒരു കുടുംബ ഡോക്ടർ ഉണ്ടാകണം. കുടുംബ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യ വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല അറിവുള്ള ഒരു ഡോക്ടർ. അപ്പോൾ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം, കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ വിവരങ്ങളെല്ലാം പെട്ടെന്ന് അസുഖം വന്ന് ആശുപത്രി ചെല്ലുമ്പോൾ മുൻകൂട്ടി തന്നെ ഡോക്ടർക്ക് അറിയാൻ കഴിയും. അതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏത് അസുഖം വന്നാലും സാധാരണ നമ്മൾ ഡോക്ടറെ അടുക്കൽ പോകുന്നതിന് പകരം ഡോക്ടർ രോഗിയുടെ അടുത്തേക്ക് പോകും. ഒന്ന് ഫോൺ ചെയ്താൽ രോഗിയുടെ അടുത്തേക്ക് ചെന്ന് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കും. ഒരു കാര്യം സംഭവിക്കും, രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കും, ആശുപത്രിയുടെ എണ്ണം പൂർവാധികം വർദ്ധിക്കും, രോഗങ്ങളും വർദ്ധിക്കും. അതിനിടയിൽ ഇതുപോലെ ഗ്രാമപ്രദേശത്ത് സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ, അതൊക്കെ മെച്ചപ്പെട്ട ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഇത്. അത് അദ്ദേഹത്തിന് 25 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് നാടിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ചെറിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം വലിയ കാര്യങ്ങൾ നാട്ടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ പുതിയ സംവിധാനങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ നാട്ടിന് വേണ്ടി, ഈ ആരോഗ്യ മേഖലയായി ബന്ധപ്പെട്ട ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പട്ടണപ്രദേശങ്ങളിൽ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യാലിറ്റി ചികിത്സകളും അത്യാഹിത വിഭാഗവും ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന ചിന്തയിൽ നിന്നാണ് 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോക്ടർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിച്ചതെന്നും ഡോക്ടർ എസ് ജോയ് പറഞ്ഞു. 25 വർഷം മുമ്പ് ഇതുപോലൊരു ജനുവരി 1-ാം തീയതി നമ്മുടെ GG വേലായുധൻ സാറാണ് ഈ ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. വളരെ ചെറിയൊരു സംവിധാനത്തിൽ അന്ന് ഡോക്ടർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് ഞാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മുറി, 2 മുറിയിലുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു കാഷ്വാലിറ്റി ഉണ്ട്. പക്ഷെ 10 ഡോക്ടർമാരുണ്ടായിരുന്നു. സർജറി ഉണ്ടായിരുന്നു, മെഡിസിൻ ഉണ്ടായിരുന്നു, ENT ഉണ്ടായിരുന്നു, പീഡിയാട്രിക്സ് ഉണ്ടായിരുന്നു, ഒഫ്താൽമോളജി ഉണ്ടായിരുന്നു, ഗൈനക്കോളജി ഒരു ദിവസം വന്നു. അപ്പോൾ ഡോക്ടർ സ്പെഷ്യാലിറ്റി എന്ന് അന്ന് ഞാൻ 25 വർഷം മുമ്പ് പ്ലാൻ ചെയ്തത് വലിയൊരു ആശുപത്രി കെട്ടിയിട്ടല്ല. ആശുപത്രിയിലെ ഏറ്റവും വലിയ മുതൽ മുടക്കെന്ന് പറയുന്നത് ഡോക്ടർമാരാണ്. ആ ഉൾക്കാഴ്ച ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടത്. രാത്രികാലങ്ങളിലും അല്ലാതെയും നമ്മൾ അന്യനാട്ടിൽ ഇവിടുന്ന് ഒരു 300 രൂപയെങ്കിലും ഓട്ടോറിക്ഷ ചാർജ് കൊടുത്താൽ ആറ്റിങ്ങിലും ചെറിയെങ്കിലും വെയിറ്റിംഗ് ചാർജ് കൊടുത്തിട്ട് എന്തിനും ഏതിനും മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുന്നൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പഞ്ചായത്തുകളിൽ ഫാമിലിയിൽ ഒരു ഡോക്ടർ എന്തെങ്കിലും കൃത്യമായി കാണും. ഇവിടുത്തെ ഡോക്ടർ അക്ബർ ഡോക്ടർ എൻ്റെ പ്രൊഫസറായിരുന്നു സർജറിയുടെ. സാറ് ശനിയാഴ്ച ദിവസം ഇവിടെ ഞങ്ങൾ പ്രായോഗികതയാണ് ഈ പറയും, ശനിയാഴ്ച ദിവസം ഇവിടെ വരുമായിരുന്നു. പക്ഷെ നമ്മളിലൊരു വിമുഖതയുണ്ട്, ഒരു ദുരഭിമാനമുണ്ട്. ആ ദുരഭിമാനമാണ് ടൗണിലോട്ടും സിറ്റിയിലോട്ടുമുള്ള വൻകിട ആശുപത്രികൾ കൊണ്ടെത്തിക്കുന്നത്. 25 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ സ്ഥാപനം കാത്തു സൂക്ഷിച്ച ആളെന്നുള്ള രീതിയിൽ അതിൻ്റെ പെയിൻ, അതിൻ്റെ സഹവർത്തിത്വം, അതിൻ്റെ മനസ്സിലാക്കൽ, പാഠങ്ങൾ
പാളിച്ചകൾ എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അജിത് കുമാർ സ്വാഗതം ആശംസിച്ചു. മാമ്പള്ളി ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ജൂഡ്, വക്കം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ, സിന്ധു സുരേഷ്, കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബീന രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡയറി കേരളം, കടക്കാവൂർ.